വീണ്ടും വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. आमीन। कुछ समय मिलकर उस गीतों के द्वारा परमेश्वर की आराधना करने के लिए परमेश्वर ने हमें सहायता किया है। അല്പസമയം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. आमीन। कल रात को हमारे चर्च विजिटिंग के समय में अचानक से कॉल आया कि आज सुबह जुड़ना है और प्रेज लॉर्ड, इसके लिए आज आपके साथ इस प्रकार जुड़ने के लिए परमेश्वर ने एक और मौका दिया है। ഇന്നലെ വിസിറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇന്ന് രാവിലെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് അറിയുവാനിടയായത്. എന്നാൽ ഇന്ന് ജോയിൻ ചെയ്യുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. परमेश्वर की भलाई, परमेश्वर के अनुग्रह एक एक पल हमारे जिंदगी में हम निरंतर अनुभव करने पाए। ദൈവത്തിന്റെ കൃപകളും നന്മകളും ദിനം പ്രതി അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. हम सब जानते हैं कि एक ईस्टर हो गया, मसीह यीशु का जी उठने वाले अनुभव पूरा संसार सेलिब्रेट कर रहे थे। നമുക്കെല്ലാവർക്കും അറിയാം, ഈസ്റ്റർ എന്ന ഒരു ആഘോഷം കർത്താവിന്റെ ഉയർപ്പ് ദിനമായി ജനമെല്ലാം ലോകം മുഴുവൻ ആഘോഷിച്ചു. आमीन। प्रेज़ लॉर्ड, हमारे लिए मसीह यीशु एक बार जी उठा और मेरा मसीह जिंदा है और उसकी आनंद हम हर दिन मनाते हैं। നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ആ സന്തോഷം നമുക്ക് എന്നുമുണ്ട്. हालेलुया, प्रेज़ लॉर्ड। बाकी के सारे रीति रिवाजों के बीच में लोग काफी बार उसके पीछे के सच्चाइयों को काफी बार भूल जाते हैं। പല ആഘോഷങ്ങളുടെ നടുവിൽ അതിന്റെ വാസ്തവികത എന്താണെന്ന് ജനം പലപ്പോഴും മറന്നു പോകാറുണ്ട്. आमीन। एक निष्कलंक मेमना मेरे लिए वध होने के लिए तैयार हुआ और उसके कारण मुझे मेरे पापों में से परमेश्वर ने मुझे छुड़ा लिया। നിഷ്കളങ്കവും നിർദോഷവുമായ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടായി. आमीन। आज कुछ समय परमेश्वर के वचन की और हमारे ध्यान हम लेकर आएंगे। അല്പസമയത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. लूका के सुसमाचार उसके 15वें अध्याय से हम कुछ बातों को आज हम मनन करेंगे। ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാം. उसके पहले आयत हम जब देखते हैं वहां पर आमीन हम पढ़ेंगे 15वें अध्याय के, लूका के सुसमाचार 15वें अध्याय उसके पहले आयत से हम देखेंगे। 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. आमीन। मसीह यीशु पापियों के साथ आमीन मिलकर उनके साथ भोजन करते हैं, उनके साथ मुलाकात करते हैं बोलकर फरीसी लोग और आमीन यीशु के बारे में कुटकुटाना शुरू कर दिया। പാപികളും ചുങ്കക്കാരും ഒക്കെ ഒരുമിച്ചിരുന്ന് യേശു അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. हालेलुया। आमीन। ऐसे घटना में मसीह यीशु आमीन बताने वाला 3 दृष्टांत को हम वहां पर उस अध्याय में पढ़ते हैं। അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യേശു പറഞ്ഞ 3 ഉപമകളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. आमीन। वास्तव में ये 3 अध्याय आमीन इस अध्याय के 3 दृष्टांतों में आमीन मसीह यीशु का हृदय आमीन अपने लोगों के लिए किस प्रकार है, परमेश्वर का हार्ट बीट क्या है, हम वहां पर जान पाते हैं। ഈ 3 വിഷയങ്ങൾ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ഭാഷ, അവന്റെ ഹൃദയസ്പന്ദനം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. Hallelujah. We need to know the heartbeat of God. परमेश्वर का हृदय का धड़कन हर पल हम जानना बहुत जरूरी है। യേശു ക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനം നമ്മൾ അറിയണം. आमीन। और यहाँ पर उस 3 घटनाओं के द्वारा परमेश्वर जिसका नष्ट हुआ था उन्हें रीगेन करने वाला, उसे लौटाकर मिलने वाला अनुभव को हम यहाँ पर पढ़ रहे हैं। ഇവിടെ 3 അനുഭവത്തിലും നഷ്ടപ്പെട്ട ചിലതും മടക്കി ലഭിക്കുന്ന ചില അനുഭവങ്ങളെയാണ് നമ്മൾ വായിക്കുന്നത്. उसके 4th आयत से जब हम पढ़ते हैं वहां पर 100 आमीन भेड़ बकरियां रहने वाला एक व्यक्ति आमीन बकरी चलाने के बाद में जब लौट कर आता है, जब वो विश्राम करने का समय में वो देखता है कि केवल 99 ही है, एक नहीं दिखाई दे रहा है। ഇവിടെ ആടുകളെ മേയ്ക്കുന്ന ഒരുവൻ ആട് മേയിച്ച് വരുന്ന വഴിക്ക് 100 ആടുണ്ടായിരുന്ന തന്റെ
ഒരാടിനെ തനിക്ക് നഷ്ടപ്പെട്ടു, ഇപ്പോൾ 99 എണ്ണമേ തന്റെ കയ്യിലുള്ളൂ. सचमुच में वो चरवाहा सुबह से लेकर शाम तक इस भेड़ बकरियों के पीछे पड़ा हुआ है, ആ ഒരു ഇടയൻ രാവിലെ മുതൽ രാത്രി വരെ ഈ ആടിന്റെ പുറകെയാണ്. और शाम को इतना 100 भेड़ बकरियों को चलाना उतना आसान बात नहीं है. ആ സന്ധ്യയായപ്പോൾ ഈ 100 ആടുകളെ നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല. एक दो को चलाना ही बड़ा मुश्किल है. सोचकर देखिएगा 100 भेड़ बकरियों को चलाना बहुत ही मुश्किल हो जाता है. ഒന്നോ രണ്ടോ എണ്ണത്തിനെ നടത്തുന്നത് തന്നെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം, പിന്നെ 100 കാര്യം പറയേണ്ട ആവശ്യമില്ല. पास्टर्स को भी चर्च का चरवाहा करके बुलाया जाता है. ദേവദാസന്മാരെ സഭയുടെ ഇടയൻ എന്ന് പറയാറുണ്ട്. कुछ लोगों को लगता है कि बड़ा चर्च है तो पास्टर बड़ा खुश है, कोई काम नहीं है, सभी काम करने के लिए बहुत सारे लोग हैं. ചില ആളുകൾക്ക് തോന്നാറുണ്ട് വലിയ സഭ ലഭിച്ച പാസ്റ്റർമാർക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, എല്ലാം പണി ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിക്കും. हालेलुया, प्रेज लॉर्ड. लेकिन जैसे ही गिनती बढ़ता है उनका टास्क और उनके ऊपर का टारगेट भी बढ़ते रहता है. എത്ര സഭ വലുതാവുന്നോ അത്രയും അവരുടെ ജോലിയും കൂടും, അവരെ ടാർഗറ്റ് ചെയ്യുന്ന അനുഭവങ്ങളും കൂടും. मैं एक बार ऐसा सोच रहा था कि मसीह यीशु ने बहुत दाम चुकाया, पूरा रात पिता की उपस्थिति में बैठकर 12 चेलों को चुनने के लिए तैयार हुआ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പിതാവുമായി രാത്രി മുഴുവനും അനേക സമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. पूरा रात परमेश्वर के सम्मुख बैठा, पिता से पूछा कि खुदा इसको चुनना है या इसको चुनना है, ये सही रहेगा या ये सही रहेगा. सारे बातें पिता के साथ वार्तालाप करते हुए आने वाला कल के बारे में भी जानकर बड़े स्पष्ट रीति से 12 लोगों को यीशु चुन रहा है. അന്ന് രാത്രി മുഴുവൻ പിതാവുമായി സംസാരിച്ച് ആരെ തിരഞ്ഞെടുക്കണം എല്ലാം മനസ്സിലാക്കി മുന്നോട്ടുള്ള ഭാവിയും മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അറിഞ്ഞാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. लेकिन वो 12 लोगों में से एक यूदा निकल गया. എന്നാൽ ആ 12-നകത്ത് ഒരുവൻ യൂദായായിരുന്നു. 3.5 साल यीशु के साथ चलने के बाद भी उनके अंदर कोई बदलावट नहीं हुआ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായില്ലല്ലോ. अंत में बुलाए हुआ परमेश्वर को ही वो बिट्रे कर रहा है. परमेश्वर को, मसीह यीशु को दूसरों के सामने पकड़वाने के लिए तैयार हो रहा है. 3.5 വർഷം കൂടെ നടന്നിട്ടും വിളിച്ച കർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ തള്ളി പറയുവാൻ അവന് മടി വന്നില്ല. 12 लोगों में से यदि एक यूदा है तो 120 विश्वासी वाला चर्च में कितना यूदा होना चाहिए? ഇനി 12-നകത്ത് ഒരെണ്ണം യൂദായായിരുന്നെങ്കിൽ 120 വിശ്വാസികൾ ഉള്ളതിനകത്ത് എത്ര പേരുണ്ടായിരിക്കും? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? मैं गिनती में थोड़ा पीछे है, लेकिन आप शायद गिनती गिन पा रहे हैं. ഞാൻ എണ്ണത്തിന് പുറകിലാണ്, എന്നാൽ നിങ്ങൾക്ക് നല്ല എണ്ണത്തിന് തിട്ടമുണ്ടെന്ന് എനിക്കറിയാം. हालेलुया, प्रेज लॉर्ड. इन सबको झेल कर चलना भी बहुत जरूरी है. ഇവരെ എല്ലാം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. लेकिन हमारा प्रार्थना यही होने पाए कि खुदा हम यूदा ना बने, परमेश्वर जिस कार्य के लिए बुलाया है वो करने के लिए हम तैयार होना बहुत जरूरी है. എന്നാൽ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം, നമ്മൾ ആരും ഒരു യൂദായായി മാറാതെ ദൈവം ഏൽപ്പിച്ച ആമേൻ ശുശ്രൂഷ തികച്ച് ആമേൻ സ്വർഗത്തിൽ പോകാൻ ദൈവം സഹായിക്കട്ടെ. पतरस भी ठीक है, थोड़ा सा आगे बढ़ता है, लेकिन फिर भी एक गलती हो जाता है तो परमेश्वर के सामने अंगीकार करने के लिए तो कम से कम तैयार है. പത്രോസ് പിന്നെയും കുഴപ്പമില്ല, തെറ്റ് സംഭവിച്ചു പോയി എങ്കിലും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി ക്ഷമ ചോദിച്ചു. यीशु का एक बार देखना ही पतरस के लिए काफी है वो लौट कर आने के लिए. യേശുവിന്റെ ഒരു നോട്ടം മതിയായിരുന്നു പത്രോസിന് തിരിച്ചു വരാൻ. लेकिन यहूदा को देखा भी और बताया भी कि बचने का और एक मौका है, लेकिन यहूदा को बचने का कोई ताल्पर्य ही नहीं है. इसके लिए उसका जिंदगी कैसा खत्म हो रहा है हम जरूर जानते हैं. യൂദായെ നോക്കിയെന്ന് മാത്രമല്ല അവനോട് പറയുകയും സംസാരിക്കുകയും ഒരു അവസരം കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിട്ടും അവന് പശ്ചാത്തപിച്ച് മടങ്ങി വരണമെന്നുള്ള യാതൊരു ആഗ്രഹവും കാണാനില്ലായിരുന്നു. लेकिन जो परमेश्वर के उस आवाज सुनकर लौट कर आने के लिए आग्रह करते हैं, परमेश्वर
जरूर उन्हें मौका तो देता है। ദൈവസന്നിധിയിൽ മടങ്ങി വരണമെന്ന ആഗ്രഹം ഉള്ളിലുള്ള എല്ലാവർക്കും ദൈവം ഒരു അവസരം കൊടുത്തിരിക്കും. यहाँ पर ये चरवाहा 100 भेड़ बकरियों को चलाकर आ रहा है, लेकिन जैसे घर पहुंचा, वो बड़ा थका हुआ है, विश्राम करने का समय आया, तब वो जब गिनकर देखता है 99 ही है, एक को दिखाई नहीं दे रहा है। ഈ ആട്ടിടയൻ പകല് മുഴുവനും ആടുകളെ മേയിച്ച് ക്ഷീണിച്ച് താൻ മടങ്ങി വരുമ്പോൾ ഭവനത്തിലെത്തി എങ്ങനെങ്കിലും ഒന്ന് വിശ്രമിക്കണമെന്ന് ചിന്തിച്ച് കടന്നു വരുമ്പോൾ എണ്ണം നോക്കിയപ്പോൾ 100 ഒരു ആടിനെ കാണാനില്ല. उन्होंने ये नहीं सोचा जैसा हम सोचते हैं कि चलो कोई बात नहीं, 2 हफ्ता में इंतजार करेंगे और एक बकरी जन्म देगा, 2 जो मेमना मिल जाएगा बोलकर उसमें वो एडजस्ट होने के लिए तैयार नहीं हो रहा है. ആ ഇടയൻ നമ്മളെ ആരെയും പോലെ ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നില്ല. ഒന്നല്ലേ പോയുള്ളൂ, സാരമില്ല, അടുത്ത ആട് പ്രസവിക്കുമ്പോൾ 2-3 ആട്ടിൻകുട്ടി എക്സ്ട്രാ ലഭിക്കുമല്ലോ എന്ന് ചിന്തിച്ച് ഇതിനെ കളഞ്ഞില്ല. एक ही तो जा रहा है, अगला डिलीवरी में 2 होगा तो 101 हो जाएगा, हम उसमें खुश है बोलकर ये चरवाहा वहां पर नहीं बैठ रहा है. ഒന്നല്ലേ പോയുള്ളൂ, അടുത്ത പ്രസവത്തിൽ 2 ആട് ലഭിച്ചാൽ 101 തീരുമല്ലോ എന്ന് പറഞ്ഞ് ഈ ആടിനെ കളയാൻ ഇടയൻ ശ്രമിച്ചില്ല. बल्कि ये उस जो नष्ट हो गया, जो घूम गया, उसे ढूंढने के लिए वो जाने के लिए तैयार हो रहा है. ഈ നഷ്ടപ്പെട്ടു പോയ ഇതേ ആടിനെ അന്വേഷിച്ചു പോകാൻ ഈ ഇടയൻ തയ്യാറാണ്. वो नष्ट होने वाला एक उस चरवाहा के लिए बहुत ही अनमोल है, बहुत बड़ा दाम उसके पीछे. थका हुआ है, शरीर कमजोर है, सुबह से शाम तक प्रयत्न किया है. सोचकर वो वहां पर इंतजार नहीं कर रहा, बल्कि उस पूरे जंगल में उसे ढूंढने के लिए जा रहा है. ഇന്ന് പകല് മുഴുവനും ഞാൻ അധ്വാനിച്ചതാണ്, ഈ ആടുകൾക്ക് വേണ്ടി എല്ലാം തന്നെ ഞാൻ കഷ്ടപ്പെട്ടതാണ്. ഇനി എനിക്ക് വിശ്രമിക്കണമെന്ന് ചിന്തിച്ച് താൻ ഭവനത്തിൽ വിശ്രമിച്ചില്ല. നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരഞ്ഞ് താൻ മടങ്ങി പോവുകയാണ്. हालेलुया, वो एक भी परमेश्वर के लिए अनमोल है. ആ നഷ്ടപ്പെട്ട ഒരെണ്ണവും കർത്താവിന് വിലയേറിയതാണ്. वो 100% में एक ही नष्ट हुआ, 1% ही नष्ट हुआ, लेकिन वो भी परमेश्वर की नजरों में अनमोल है करके मसीह यीशु उनसे कहने के लिए प्रयास कर रहा है. 100% ആകെ 1% നഷ്ടമുണ്ടായുള്ളൂ, പക്ഷെ അതും വിലപ്പെട്ടതാണെന്നാണ് ആ ഉദാഹരണത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. और मिला तो उसे कंधे पर रखकर बड़े आनंद के साथ चरवाहा अपने घर पे आ रहा है. केवल आया ही नहीं, बल्कि पड़ोसियों को भी बुलाकर कहता है, मेरे साथ आनंद मनाओ, जो नष्ट हो गया था मैंने दोबारा प्राप्त कर लिया है. താൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. താൻ തോളിലേറ്റി കൊണ്ടുവന്ന് ഭവനത്തിലേക്ക് വന്നിട്ട് താൻ കേവലം അതിനെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, താൻ ഒരു ആഘോഷം തന്നെ തന്റെ അയൽക്കാരെയും അടുത്തുള്ളവരെയും എല്ലാം വിളിച്ചു വലിയ ഒരു സന്തോഷത്തിന് അനുഭവം ഉണ്ടാകുകയാണ്. ढूंढने वालों के लिए, जो खोजने के लिए जाते हैं, उनको दोबारा मिलेगा करके एक अश्योरेंस पिता परमेश्वर हमें याद दिलाने के लिए प्रयास कर रहा है. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്നവർക്ക്, അത് തിരഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവന് അത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് കർത്താവ് അവിടെ തരുന്നത്. और वहां पर 7वीं आयत में ऐसा कहता है कि इसी प्रकार स्वर्ग में स्वर्गीय दूतों के बीच में सभी लोग उसी आनंद को मनाने वाला है. 7ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. एक पापी के लिए स्वर्ग में बहुत बड़ा आनंद मनाया जाएगा. ഒരു പാപിയെ ചൊല്ലി അവന്റെ മാനസാന്തരത്തെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. बाकी 99 धार्मिकताओं के बारे में बोलते रहेगा, लेकिन जिंदगी में कोई बदलावट नहीं है. लेकिन नष्ट होने वाला एक पापी जब लौट कर आता है, उसके कारण पूरे घर में आनंद और वो सेलिब्रेशन के लिए तैयार हो रहा है. ബാക്കി 99 നീതിമാന്മാരാണെന്ന് നടിച്ച് ഇരിക്കുമ്പോൾ പാപിയായ ഒരുവൻ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ അവനെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. 100% में 1%, 1% नष्ट हुआ, लेकिन वो भी परमेश्वर कहता है मेरे लिए अनमोल है. वो जब वापस मिलता है, बड़ा आनंद वहां पर हम देख रहे हैं. 100% നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിച്ചാലും
അവിടെ യജമാനന് വലിയൊരു സന്തോഷമുണ്ടാകുമെന്ന് നമ്മൾ വായിച്ചു. अब उसके 8वें आयत से उसका दूसरा दृष्टांत को हम देख रहे हैं. एक स्त्री जिसके पास 10 सिक्का था और उसमें से एक उसे नष्ट हो गया. അതിന്റെ 8ാം വാക്യം മുതൽ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. और वहां पर नष्ट हो गया बोलकर कोई बात नहीं, मार्केट जाऊंगा तो दूसरा एक ले लूंगा बोलकर एडजस्ट नहीं कर रही है, बल्कि नष्ट हो गया है मुझे वो मिलना ही है बोलकर पूरा घर झाड़ू मार के वो ढूंढने के लिए तैयार हो रही है. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ സാരമില്ല, അത് കളഞ്ഞു പോകട്ടെ, പിന്നെ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നില്ല. അവൾ നഷ്ടപ്പെട്ടു പോയത് മുതൽ വീട് മുഴുവൻ അടിച്ച് തൂത്തുവാരി അതിനെ എടുക്കുവാൻ ശ്രമിക്കുകയാണ്. She is restless. वो इंतजार करने के लिए या वो लेजी होने के लिए तैयार नहीं है, बल्कि जब तक मुझे उसे वापस मिले तब तक मैं उसे ढूंढने के लिए तैयार है बोलकर वो पूरा घर छानबीन कर रही है. അവൾ ഒരിക്കലും അവിടെ മടി പിടിച്ച് ഇരിക്കുകയല്ല, ഉദാസീനതയോടെ ഇരിക്കുകയല്ല, അല്ലെങ്കിൽ പോയത് പോകട്ടെ എന്നും പറഞ്ഞിരിക്കുകയല്ല. आमेन അത് ലഭിക്കും വരെ കഠിന അധ്വാനം ചെയ്ത് അവൾ അതിനെ എടുക്കുകയാണ്. उसके पीछे एक इतिहास भी बताया जाता है कि हालेलुया प्रेज लॉर्ड, ये 10 सिक्का जब एक स्त्री शादी करके अपने घर में आते हैं, अपने पति के घर वाले ये 10 सिल्वर कॉइन्स ये पत्नी के हाथ में देते हैं, एक 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 टोकन के समान उनके हाथों में वे देते हैं. ഇതിന്റെ പുറകിൽ യഹൂദന്മാരുടെ ഒരു കഥയുണ്ട്. ആമേൻ മണവാളൻ മണവാട്ടിക്ക് കൊടുത്ത് വെക്കുന്ന 10 ദ്രഹ്മയാണ്. ആമേൻ അത് മണവാളൻ ഇവൾക്ക് കൊടുക്കുന്ന 10 ദ്രഹ്മയാണ്. അത് സൂക്ഷിക്കേണ്ടത് ഇവളുടെ ഉത്തരവാദിത്തമാണ്. जब भी ये दुल्हा के घर वाले आते हैं, पति के घर वाले आते हैं, ये 10 सिक्का दिखाना जरूरी है, क्योंकि उनका वफादारी, उनका फेथफुलनेस अपने पति की ओर ये एक चिन्ह बनता है. ഇനി പിന്നീട് മണവാളൻ വന്ന് കാണുവാൻ വരുമ്പോൾ ഈ 10 ദ്രഹ്മയും അവൾ തിരിച്ചു കൊടുക്കണം. അതാണ് അവളുടെ ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ വിശ്വസ്തതയെ കാണിക്കുന്നത്. मार्केट से लेने में काफी नहीं है, जो दिया गया है वही उसे उनके परिवार के सामने प्रसन्न करना है. അവിടെ കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരുന്ന എന്തെങ്കിലും അതിന് പകരമാകിയില്ല. അവർ കൊടുത്ത ദ്രഹ്മ തിരിച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വസ്തത വെളിപ്പെടുന്നത്. हालेलुया, गॉड इज सीकिंग द फेथफुल. परमेश्वर हमारे वफादारी को आज भी परख कर देख रहा है. और यहां पर स्त्री के द्वारा ये बातें हमें सिखाते हैं कि जो नष्ट हुआ है उसी चीज को हम लौटाना बहुत जरूरी है. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മുടെ വിശ്വസ്തതയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഏൽപ്പിച്ചതിനെ തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ വിശ്വസ്തരാണോ എന്ന് ദൈവം നമ്മിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. There is no alternative shortcut. कोई और उपाय नहीं है. praise Lord, ताकि एक एडजस्टमेंट हम करके दिखा दे. എന്തെങ്കിലും ഒരു അതിന് പകരം വയ്ക്കുവാൻ അല്ലെങ്കിൽ അതിന് പകരമായി കാണിപ്പാൻ പറ്റുന്ന മറ്റ് യാതൊന്നും നമ്മൾക്ക് ഇല്ല. परमेश्वर ने आपको अभिषेक से भरा है, तो उसी अभिषेक हम एक्सरसाइज करना जरूरी है. ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് നമ്മൾ ശുശ്രൂഷകൾ ചെയ്തിരിക്കണം. हालेलुया, वो अभिषेक के जब हम नष्ट करते हैं, फिर कीबोर्ड के साउंड से या साउंड सिस्टम से एडजस्ट करने का कोशिश करेंगे तो पवित्र आत्मा वहां पर उतर कर नहीं आता है. അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് കീബോർഡിന്റെ ശബ്ദം വെച്ച് നമ്മൾക്ക് അതിന് പകരമായി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടത്തില്ല. परमेश्वर ने जो सौंपा है उसी बातें परमेश्वर हमसे दोबारा पूछने वाला है. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തോ അതിനെ പകരമായി ചോദിക്കും കർത്താവ്. हम विश्वास योग्य है समझते हुए परमेश्वर ने हमें सौंपा था, और उसे बड़े ध्यान से संभाले रखना, उसे संभाले चलाना हमारा जिम्मेदारी है. നമ്മൾ വിശ്വസ്തരെന്ന് കണ്ട് ദൈവം ഏൽപ്പിച്ച പല ദ്രഹ്മകളുമുണ്ട്. അത് ദൈവം ചോദിക്കുന്ന നാൾ വരെ നന്നായി അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമാണ്. Do not neglect it. कभी भी उसे इग्नोर ना करे, बल्कि उसके लिए हम कितना ढूंढना है, उसके लिए ढूंढना बहुत जरूरी है. അതിനെ വെറുതെ തുച്ഛീകരിച്ചു കളയാതെ കാത്തു സൂക്ഷിക്കേണ്ട നാൾ വരെ അതിനെ സൂക്ഷിക്കുക. और उसके 10वें आयत में कहता है कि जब उन्हें उस सिक्का मिला
तब सभी लोगों को बुलाकर बहुत बड़ा एक सेलिब्रेशन, बड़े आनंद मनाने के लिए वे तैयार हो रहे हैं. അതിന്റെ 9ാമത്തെ വാക്യത്തിൽ അവൾക്ക് കണ്ടു കിട്ടിയപ്പോൾ സ്നേഹിതരെയും അയൽക്കാർത്തികളെയും എല്ലാം വിളിച്ചുകൂട്ടി അതിനെ കണ്ടതുകൊണ്ട് വലിയ സന്തോഷമുണ്ടായി എന്ന് നമ്മൾ വായിക്കും. हालेलुया. उसी प्रकार स्वर्ग में भी एक पापी जब वापस लौट कर आता है तब स्वर्ग में भी आनंद मनाया जा रहा है. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന മടങ്ങി വരുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷമുണ്ട്. There is a rejoicing in heaven. बड़े आनंद का एक माहौल है जब एक पापी उद्धार पाता है, जब एक पापी लौट कर परमेश्वर के उपस्थिति में आते हैं. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗ്ഗത്തിൽ എത്രമാത്രം സന്തോഷമുണ്ട്. हालेलुया. नष्ट हो गया तो उसे रीगेन कर सकते हैं करके और एक प्रूफ परमेश्वर में देने के लिए कोशिश कर रहा है. ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് കർത്താവ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. काफी बार हम हमारे प्रयत्न या हमारे बुद्धि से नहीं बल्कि परमेश्वर पर भरोसा और आश्रय के द्वारा ही उसे हम काफी बार हम दोबारा प्राप्त कर पाएंगे. നമ്മുടെ ബുദ്ധി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഇതൊന്നും തിരിച്ചു പിടിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അന്വേഷണം കൊണ്ടും അതിനെ തിരിച്ചു പിടിക്കാം. हालेलुया. पहला हमने देखा था कि 100% में 1% नष्ट हो गया था, उसे उन्होंने दोबारा प्राप्त किया. ആദ്യം നമ്മൾ കണ്ടത് 100%-ൽ അവൻ 1% നഷ്ടപ്പെട്ടതിനെ മടക്കി പിടിച്ചു. यहाँ पर हम देख रहे हैं कि 100% में 10% नष्ट हो गया, 10% नष्ट हो गया और उसे वे वापस दोबारा प्राप्त कर रहे हैं. ഇവിടെ 100%-ൽ 10% നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്ന അനുഭവം കണ്ടു. आपको समझ में आ रहा है? നിങ്ങൾക്ക് समझ മനസ്സിലാവുന്നു? में आ रहा है. हालेलुया. प्रेज़ लॉर्ड. 100% में 10% को वापस उन्होंने प्राप्त कर लिया. 100%-ൽ 10% നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിച്ചു. अब तीसरा घटना की ओर जब हम आते हैं, वहां पर एक घर में 2 बेटे थे, उसमें से एक घर से निकल गया. ഇവിടെ മറ്റു മൂന്നാമത്തെ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭവനത്തിൽ 2 മക്കൾ ഉണ്ടായിരുന്നു, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു. जब घर में है तो फ्रीडम कम रहता है बोलकर, बाहर जाएगा तो ज्यादा फ्रीडम मिलेगा बोलकर वो सभी हक मांग कर वो दुनिया की ओर चले जा रहा है. വീട്ടിൽ സ്വാതന്ത്ര്യം കുറവാണെന്ന് പറഞ്ഞ് താൻ തന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനായി തനിക്കുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് താൻ ഭവനം വിട്ടു പുറപ്പെട്ടു. बेटा पिता से डिमांड कर रहा है, गिव मी माई इनहेरिटेंस, मेरा हक मुझे मिलना ही है बोलकर डिमांड करके सारे बातों को लेकर जा रहा है. ആ പുത്രൻ തന്റെ അവകാശം എല്ലാം പിതാവിനോട് വളരെ ഇതായി ചോദിച്ച് വാങ്ങി താൻ പോവുകയാണ്. पिता से हक तो मांग लिया, ठीक है, लेकिन पिता को छोड़ना तो नहीं चाहिए था. അവകാശം വാങ്ങിക്കുന്നത് അപ്പനിൽ നിന്ന് വാങ്ങിക്കുന്നത് തെറ്റില്ല, പക്ഷേ അപ്പനെ ഉപേക്ഷിച്ചു പോയത് ശരിയായി. अपने घर से निकल कर जाना बहुत बड़ा गलती उन्होंने कर लिया. വീട് വിട്ടു പോയത് അവൻ ചെയ്ത തെറ്റായി. एक डेलिब्रेट सिन, एक जानते हुए पाप में गिरने के लिए वो प्रयास कर रहा है. അവൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. परमेश्वर से भी बड़ा संसार है बोलकर वो संसार की ओर दौड़ कर जा रहा है. പിതാവാൻ ദൈവത്തെ വിട്ടിട്ട് ലോകം വലുതായി കണ്ടവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. हालेलुया. लेकिन जो पिता से भी बड़ा संसार है बोलकर जो जाता है, हालेलुया, प्रेज़ लॉर्ड, वो सारे प्रेज़ लॉर्ड हक उसे नष्ट होने वाला है. പിതാവിനേക്കാൾ വലുത് ലോകമെന്ന് കണ്ടവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും അവന് നഷ്ടമായി. वो पाप में अपना जिंदगी बिताने वाला है അവൻ പാപത്തിൽ ജീവിപ്പാൻ തുടങ്ങി. और पाप में गिर भी गया, उसके धन दौलत सब कुछ नष्ट हो गया. हम वो घटना जानते हैं, इसके लिए उसमें वो एक्सप्लेनेशन की ओर मैं नहीं जा रहा हूं. അവൻ പാപത്തിൽ വീണു, അവൻ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾക്കറിയാം, അതുകൊണ്ട് അതിന് വ്യക്തമായി ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. अभी जिंदगी में शून्यता भर गया, ജീവിതത്തിൽ വലിയ ശൂന്യതയുള്ളവൻ, बड़ा शेम, बड़ा निंदा का कारण हो गया. അവൻ ആകെ ഒരു പരിഹാസ വിഷയമായി अब वो किसी का गुलाम बन गया, उसके कहने के अनुसार उस जानवरों को पालना पड़ रहा है. അവൻ മറ്റൊരു വ്യക്തിയുടെ അടിമയായി തീർന്നു. അവൻ പറഞ്ഞതനുസരിച്ച് പന്നികളെ മേയ്ക്കുന്ന ജോലിക്ക് അവനെ ആക്കി. There was a freedom in his house. उसके पिता के घर में एक फ्रीडम जरूर था, लेकिन वो फ्रीडम, वो आजादी नष्ट करके अब संसार के पापों में, निंदा में, अपमान के जिंदगी में और किसी के गुलामी में अपने
अपने जिंदगी बिता रहा है। അവന്റെ സ്വന്തം ഭവനത്തിൽ അവന് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അനുഭവങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നഷ്ടമാക്കി ഒന്നുമില്ലാത്തവനെ പോലെ നിന്ദയിലും പരിഹാസത്തിലും അടിമത്തത്തിലും പെട്ടിരിക്കുകയാണ്. हालेलुया। परमेश्वर का वचन रोमियो के पत्री उसके 6:23 में ऐसा कहता है, द वेजेस ऑफ सिन इज डेथ, पर प्रेज़ लॉर्ड, हम जो इस संसार का पाप का जो तनख्वाह है वो मृत्यु है करके हम परमेश्वर के वचन में पढ़ते हैं। റോമാലേഖനം 6:23 നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. हालेलुया। और वहां पर उस 17वें आयत में हम देखते हैं, he started realizing, जानना शुरू किया कि मैं अब जहां पर हूं वो पिता से काफी दूर हूं। ആ 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വരുമ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ ചെയ്തത് തെറ്റായി പോയി എന്ന ഒരു തിരിച്ചറിവ് അവനുണ്ടാകും. वो आयतें मैं पढ़ना नहीं चाह रहा हूं क्योंकि समय कमी है। हालेलुया। लेकिन प्रेज़ लॉर्ड, जो नष्ट हो गया, जो उस शहर में नष्ट हो गया, हालेलुया, वो अपने आप में जानना शुरू किया कि मैंने बहुत बड़ा गलती किया है। मेरे पिता के घर में नौकरे इससे भी अच्छा भोजन कर रहा है, मुझे लौट कर मेरे पिता के घर में जाना है। उस आग्रह से वो वहां पर एक निर्णय ले रहा है। ആ പട്ടണത്തിൽ അവന് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവനൊരു ബോധ്യത ഉണ്ടാകുകയാണ്. ഞാൻ തെറ്റാണ് ചെയ്തു പോയതെന്നും എന്റെ അപ്പന്റെ ഭവനത്തിൽ വേലക്കാർ ഭക്ഷിക്കുന്ന ആ ഭക്ഷണം പോലും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് തന്റെ തെറ്റിനെ കുറിച്ച് അനുതപിക്കുന്ന ഒരുവനെ കാണാം. वहां पर 18वें आयत में आई विल अराइज एंड गो टू माय फादर, अब मैं उठूंगा और मेरे पिता के पास मैं जाऊंगा, वो निर्णय वो वहां पर ले रहा है। അതിന് 18-ാമത്തെ വാക്യത്തിൽ ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്നൊരു തീരുമാനമെടുക്കുന്നവനെ നമ്മൾ കാണുന്നു. पाप में गिरा था, पाप से मैं अब उठूंगा। പാപത്തിൽ വീണു പോയിരുന്നു, എന്നാൽ പാപത്തിൽ നിന്ന് ഇനി ഞാൻ എഴുന്നേൽക്കും. शेम, उस लज्जा में गिरा हुआ था, अब मैं उस लज्जा से मैं उठने जा रहा हूं। നിന്ദയിൽ വീണുപോയവനായിരുന്നു, ഇപ്പോൾ ഞാൻ ആ നിന്ദയുടെ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കും. उस गुलामी में गिरा हुआ था, उस गुलामी से मैं अब उठने वाला हूं। അടിമത്തത്തിൽ വീണുപോയ ഞാൻ അടിമത്തത്തിൽ നിന്ന് ഇപ്പോൾ എഴുന്നേൽക്കും. हालेलुया। उठूंगा और जहां से मैं भाग गया था, जहां पर पिता की उपस्थिति से मैं दूर हट गया था, अब मैं मेरे पिता के पास जाने के लिए तैयार हो रहा हूं। ഞാൻ നഷ്ടപ്പെട്ടു പോയ, ഞാൻ ഇറങ്ങിപ്പോന്ന ആ ഭവനത്തിലേക്ക് ആമേൻ ഇപ്പോൾ ഞാൻ മടങ്ങിപ്പോകും. अब एक सच्चाई और जानना जरूरी है कि पिता अब तक एक अच्छा भोजन नहीं किया है, बेटा कब वापस आएगा बोलकर वो अपने बेटे के लिए इंतजार कर रहा है। മറുഭാഗത്ത് മറ്റൊരു കാര്യം നമ്മൾ അറിയണം, മകൻ നഷ്ടപ്പെട്ട അന്നു മുതൽ ആ പിതാവ് ഒരു നല്ല ആഹാരം പോലും കഴിക്കാതെ എന്റെ മകൻ എന്ന് മടങ്ങി വരുമെന്നുള്ള കാത്തിരിപ്പിലും നോട്ടത്തിലുമാണ് ആ പിതാവ്. यहूदियों के कल्चर के अनुसार एक पिता कभी भी इतना इंतजार नहीं करता है। യഹൂദന്മാരുടെ ചിട്ടയനുസരിച്ച് ഒരു പിതാവും ഇത്രമാത്രം ഒന്നും കാത്തിരിക്കാറില്ല. गया है तो गया बोलकर छोड़ देते हैं। പോയെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയത്തേ ഉള്ളൂ. लेकिन यहाँ पर ये पिता गया है तो गया बोलकर नहीं बैठा है, बल्कि कब आने वाला है, कब आने वाला है बोलकर रास्ते में इंतजार कर रहा है अपने बेटे के आने के लिए। എന്നാൽ ഈ പിതാവ് അങ്ങനെ ആയിരുന്നില്ല. എന്റെ മകൻ എപ്പോൾ വരുമെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. हालेलुया। एक इंतजार करने वाला पिता वो शहर में ढूंढने नहीं जा रहा है, यदि ढूंढने जाएगा तो मिलेगा करके पता है, लेकिन उसे पता है मैं ऐसा जाऊंगा तो वापस वो पाप के जिंदगी में ही रहेगा, बल्कि मैं यहां पर उसका इंतजार मैं करता हूं। ആ പിതാവ് അന്വേഷിച്ചു പോയില്ല, താൻ പട്ടണങ്ങളിൽ എങ്ങും പോയി തന്നെ കൊണ്ടുവരുവാനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അവൻ വീണ്ടും പാപത്തിന്റെ അനുഭവത്തിൽ ജീവിക്കും. എന്നാൽ ഈ പിതാവ് ഭവനത്തിലിരുന്ന് അവന്റെ വരവിനായി നോക്കിക്കൊണ്ടിരിക്കുക. वो रो रहा है, इंतजार कर रहा है, एक अच्छा भोजन तक नहीं किया, बल्कि वो अपने बेटे के लिए इंतजार कर रहा है। അവൻ കാത്തിരിക്കുകയാണ്. അവൻ ആഹാരം പോലും നല്ലതായി കഴിക്കാതെ തന്റെ ഭവനത്തിൽ ഒരു നോക്കിയിരിക്കുകയാണ്. इसके लिए जब ये बेटा दूर से आता है, पिता दौड़ कर जाकर गले लगाता है, हालेलुया, प्रेज़ लॉर्ड, और फिर अपने घर वालों से कहता है अब एक अच्छा भोजन का तैयार करो। हालेलुया, प्रेज़ लॉर्ड, हालेलुया। जो मैं पिछले दिनों से नहीं खाया, मैं जिसका काम के लिए इंतजार कर रहा था, मुझे लौटा कर मिला है। अब एक बड़ा भोजन का इंतजाम करना है। ആ മകൻ വരുന്നത് ദൂരത്ത് നിന്നേ ഈ പിതാവ് കാണുവാനിടയായിത്തീർന്നു. ദൂരവേ നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്നവനെ ചുംബിച്ച് ആലിംഗനം ചെയ്ത് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന്
തന്റെ വേലക്കാരോടും വീട്ടുകാരോടും വലിയ ഒരു ആഘോഷം നടത്തുവാനായി പറയുകയാണ്. I mean 22 से लेके वहां पर आयत में बताया गया है जो वापस आया तब पिता कहने वाले शब्दों को उसके 22वें आयत से हम पढ़ते हैं. I mean पढ़ने का समय का कमी के कारण नहीं पढ़ रहे हैं, लेकिन आप बाद में जरूर उस बातों को पढ़िएगा. 22-ാം വാക്യത്തിൽ ആ പിതാവ് മകൻ മടങ്ങി വന്നത് കണ്ട് പറഞ്ഞ വാചകങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. हालेलुया. यहाँ पर नष्ट हो गया था, उसे वापस लौटा कर मिल रहा है. ഇവിടെ നഷ്ടപ്പെട്ടു പോയ അവനെ അവർക്ക് മടക്കി ലഭിച്ചു. तभी भी वहां पर एक बहुत बड़ा सेलिब्रेशन हम देख रहे हैं. അവിടെ അന്നേരവും ഒരു ആഘോഷം നമ്മൾ കാണുന്നു. I mean पहला हमने देखा कि 100% से 1% नष्ट हुआ था. I mean जब उसे 1 मिला, I mean उसमें वे आनंद बनाया. 100% ഒരു ശതമാനം നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടെത്തിയെന്ന് നമ്മൾ വായിച്ചു. दूसरा हमने देखा कि 100% में 10% नष्ट हुआ, उसे जब लौटा कर मिला तभी भी आनंद मनाया. അവിടെ അടുത്തത് നമ്മൾ കണ്ടു 100%-ൽ 10% നഷ്ടപ്പെട്ടു പോയി, അതിനെ മടക്കി ലഭിച്ചപ്പോൾ വലിയ ആഘോഷമുണ്ടായി. लेकिन यहाँ पर हम देखते हैं कि 100% में 50%, हाफ आधा ही नष्ट हो गया था, लेकिन उसे जब लौटा कर मिल रहा है तभी भी वे आनंद मना रहे हैं. ഇവിടെ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ 100%-ൽ പകുതി 50% നഷ്ടപ്പെട്ടു, അതിനെ മടക്കി ലഭിച്ചപ്പോഴും വലിയ സന്തോഷം. हालेलुया. वो छोटा हो या बड़ा हो, परमेश्वर रेस्टोर करके दे सकता है. उसका एक बहुत बड़ा एक एग्जाम्पल हम यहाँ पर देख रहे हैं. നമ്മുടെ നഷ്ടം ചെറുതോ വലുതോ ആയിരിക്കട്ടെ, അതിനെ മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനെന്ന് നമ്മൾ ഈ ഉദാഹരണങ്ങളിലൂടെ കണ്ടു. But be ready to seek them. उसे ढूंढने जाना. जब तक मुझे वापस मिले, वो ढूंढने का वो आग्रह हमारे अंदर होना बहुत जरूरी है. തിരിച്ചു ലഭിക്കുന്നിടവരെ അതിനെ ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം. शायद हम आलसी हो सकता है, लेकिन स्वर्गीय परमेश्वर हमारे द्वारा वही चाहता है कि गो एंड सर्च, उसे ढूंढ निकालो, क्योंकि परमेश्वर आपको लौटा कर देना चाहता है. ഒരു പക്ഷെ നമ്മൾക്ക് മടി ഉണ്ടാകുമായിരിക്കാം, ആമേൻ, അതിനുവേണ്ടി പുറപ്പെടുവാൻ. പക്ഷെ കർത്താവ് പറയുകയാണ്, പോയി നിങ്ങൾ അന്വേഷിക്കണം. I mean 3 बातें हमने नया नियम में लूका के सुसमाचार 15वें अध्याय से हमने यहाँ पर देखा है. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. पुराने नियम में भी जल्दी से कुछ घटनाओं को हम जरूर देखेंगे. പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. I mean दूसरा राजा में हम पढ़ते हैं. दूसरा राजा में हालेलुया प्रेज लॉर्ड जो भविष्यवक्ता का शिष्य है, उन्हें प्रेज लॉर्ड जब उस झाड़ काटने के लिए गया, तब उसके कुल्हाड़ी अपने हाथों से फिसल कर पानी में गिर गए. പ്രവാചക ശിഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വായ്പ വാങ്ങിച്ച കോടാലി അവർ മരം വെട്ടുവാൻ പോയപ്പോൾ അത് തനിക്ക് നഷ്ടപ്പെട്ടു പോയി, നദിയിൽ വീണുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. दूसरा राजा उसके 6 अध्याय उसके 5 से लेकर 7 तक की आयतों में वो घटना बताया है. दूसरा राजा 6 अध्याय उसके 5 से लेकर 7 तक की आयतों में वो घटना बताया है. अब बाद में उस बातों को पढ़ लेना. वहां पर जब उस कुल्हाड़ी वो भी किसी और से उन्होंने कर्जा में लिया था, और यहां पर जब पेड़ काट रहा था, अचानक से वो फिसल कर वहां पर उस तालाब में वो गिर रहा है. അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ മരം മുറിക്കുവാനായി പോയി, യോർദാൻ അരികെ ചെന്നു. മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വായ്പ വാങ്ങിച്ചു കൊണ്ടുവന്ന ആ കോടാലി ആ നദിയിൽ വീണുപോയി. हालेलुया. और जैसे नष्ट हो गया, चलो आज तो हाफ डे में बच गया बोलकर वो घर नहीं जा रहा है. ആ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ കോടാലി നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ചിന്തിച്ചില്ല, പോയല്ലോ, എന്നാ ഇനി തിരിച്ചു വീട്ടിൽ പോകാം, പണി ഇന്നത്തെ നിർത്താം എന്ന് ചിന്തിച്ചില്ല. हालेलुया. आज हाफ डे छुट्टी ले लेंगे बोलकर घर नहीं जा रहा है, ഇന്ന് പകുതി ദിവസത്തെ അവധി എടുത്ത് പോകാമെന്ന് ചിന്തിച്ചില്ല. बल्कि मैंने किसी से कर्जा में लिया है करके उससे जल्दी से सोच आ रहा है. അവൻ അത് വായ്പ വാങ്ങിച്ചതാണെന്നുള്ള ഒരു ചിന്ത പെട്ടെന്ന് വന്നു. और भविष्यवक्ता से कहता है कि मैंने वो कर्जा में लेकर आया था, मुझे वो चाहिए, मेरा मदद करो करके भविष्यवक्ता से वो पूछ रहा है. ആ പ്രവാചകനോട് താൻ തന്റെ പ്രയാസം പറയുകയാണ്, ഇത് ഞാൻ വായ്പ വാങ്ങിച്ചതാണ്, എനിക്ക് വേണമെന്ന് പറയുകയാണ്. I mean he was responsible for that act. वो कुल्हाड़ी के लिए बड़ा जिम्मेदारी था करके वो वहां पर हम देखते हैं. അവന് ആ നഷ്ടപ്പെട്ടു പോയ കോടാലിയെ കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്തം അവനുണ്ടായി. और वहां पर देखते हैं भविष्यवक्ता पूछता है कि कहां पर गिरा था.
ആ പ്രവാചകൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിനക്ക് എവിടെ ഇത് നഷ്ടപ്പെട്ടു? I mean, कहां पर गिरा था? वो दिखा रहा है कि कहां पर गिर गया था. അവനോട് ചോദിക്കുന്നത് എവിടെയാ നഷ്ടപ്പെട്ടത്. അവൻ ആ കൃത്യസ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. हालेलुया. उसे पता है कि ये कहां पर गिरा है, അവൻ അറിയാം അത് എവിടെ क्योंकि വീണത്. वो उसका एक एक काम में बड़ा ध्यान से वो कर रहा था, लेकिन अचानक से उसके हाथ से फिसल कर गिर गया था. അവന്റെ ജോലി മുഴുവനും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെട്ടു പോയി. हालेलुया. हमारा ध्यान कार्यों में होना बहुत जरूरी है, നമ്മുടെ ശ്രദ്ധ നാം ചെയ്യുന്ന കാര്യങ്ങൾ नहीं ഉണ്ടായിരിക്കണം, तो शायद फिसल जाएगा അല്ലെങ്കിൽ അത് തെറ്റിപ്പോകും. और पता भी नहीं चलेगा कि गिर गया था करके. അത് നഷ്ടപ്പെട്ടു പോയെന്ന് പോലും അറിയത്തില്ല. काफी बार परमेश्वर ने हमें बहुत वरदानों से भरा है, लेकिन हमें पता नहीं हमने कहां पर नष्ट कर दिया है. ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ പലതുമുണ്ട്, എന്നാൽ എവിടെ വെച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് പോലും അറിയത്തില്ല. I mean, कभी कभी हमारे बोली से परमेश्वर दिया वो वरदानों को हम नष्ट कर देते हैं. നമ്മുടെ ചില വാചകങ്ങൾ വർത്തമാനങ്ങൾ നിമിത്തം ദൈവം തന്ന കൃപകൾ നമ്മൾ നഷ്ടപ്പെടുത്താം. कभी कभी हमारे रवैया से हम काफी बार परमेश्वर ने दिया हुआ उस वरदानों को हम नष्ट कर देते हैं. നമ്മുടെ ചില ചിന്തകൾ നിമിത്തം നമ്മുടെ വിചാരങ്ങൾ നിമിത്തം നമ്മൾക്ക് ലഭിച്ച കൃപകളെ നഷ്ടപ്പെടുത്താറുണ്ട്. हमारे स्वभाव, हमारे चाल चलन, हालेलुया, प्रेज द लॉर्ड, I mean, बातों में काफी बार हम परमेश्वर ने सौंपा हुआ उस अभिषेक को हम नष्ट कर देते हैं. നമ്മുടെ പല പ്രവൃത്തികളെ നിമിത്തം ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ പലരും നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. लेकिन हमें पता नहीं कि कहां पर नष्ट हो गया എന്നാൽ था. അറിയത്തില്ലാത്തതുപോലെയാണ് നമ്മൾ ഇരിക്കുന്നത്, എവിടെയാ लेकिन पवित्र നഷ്ടപ്പെട്ടത്. आत्मा आज हमसे कहना चाहता है कि कहां नष्ट हुआ, एक बार बता तो दो, मैं आपको रिस्टोर करके देने वाला हूं. എന്നാൽ ഇത് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, എവിടെയാണ് നഷ്ടപ്പെട്ടത് നീ പറ, അവൻ ഞാൻ നിനക്ക് മടക്കി തരാം. Do we know where we lost it? कहां पर हमने उसे खो दिया था? क्या हमें पता है? तो जरूर परमेश्वर रिस्टोर करेगा. നമ്മൾ അത് എവിടെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതെന്ന് നമ്മൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ദൈവം അതിനെ മടക്കി തരും. हमारा प्रार्थना करने वाला एक स्वभाव था, वो हमारा शैली बन गया था, लेकिन अब हमें प्रार्थना करने का समय नहीं है. वो एक आग्रह तक अभी हमारे अंदर नहीं बचा है. പണ്ട് നമ്മൾ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അതിനുള്ള ആഗ്രഹം പോലും നമ്മളിൽ ശേഷിച്ചിട്ടില്ല. I mean, परमेश्वर की उपस्थिति में जाने का बहुत बड़ा एक आग्रह था, लेकिन अभी हम ठंडे हो गए हैं, जाना नहीं चाहते हैं. हालेलुया, प्रेज द लॉर्ड. I mean, एक बार नहीं गया, दो बार नहीं गया, फिर तो हम जाने के लिए ही हम मना कर देते हैं. പണ്ട് കാലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവിക കാര്യങ്ങൾക്കും വലിയ ഉത്സാഹമായിരുന്നു. ഇപ്പോൾ അത് അമേൻ എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. എവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. और यदि अभी पास्टर ने बोल दिया कि आप क्यों नहीं आए, तो फिर पास्टर के ऊपर गुस्सा हो जाता है. എന്നാൽ ആരാധനയ്ക്ക് കടന്നു വന്നില്ലെങ്കിൽ ഇനി പാസ്റ്റർ ചോദിക്കുകയാ, നിങ്ങൾ എന്താ വരാഞ്ഞത്, അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ പാസ്റ്ററോട് ദേഷ്യമാണ്. आपको पता है ऐसा कभी? നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? नहीं, आप लोग ऐसा नहीं करते हैं. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നവരായിരിക്കത്തില്ല. हालेलुया, प्रेज लॉर्ड. मेरे से तो कुछ लोगों ने लड़ाई तक कर दिया कि पास्टर आप ऐसे कैसे पूछ सकते हैं. ചില ആളുകൾ എന്നോട് വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം പാസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്നു. हालेलुया, वो मेरा हक है, मेरा जिम्मेदारी है, मैंने तो फिर कौन पूछने वाला है. ഇതൊക്കെ അവൻ ചോദിക്കേണ്ടത് പാസ്റ്ററുടെ ഉത്തരവാദിത്വം, അതിന് ഞാൻ ചോദിച്ചില്ലേ പിന്നെ ആരാ ചോദിക്കുന്നത്? हालेलुया, प्रेज लॉर्ड. कुछ दिन तक उन्होंने बात तक नहीं किया. ചില വ്യക്തികൾ ചില ദിവസങ്ങളിലേക്ക് സംസാരിക്കത്തു പോലുമില്ല. फिर मैं खुद जाकर गले लगाया और प्यार से जब बात करना शुरू किया, फिर उन्होंने बोला कि अरे पास्टर वो क्या करे, क्योंकि हमसे कहा कि उन्हें शरीर में क्लेश था, बोला, लेकिन किसी और ने हमसे आकर कहा कि पास्टर नहीं, यहाँ के एक मोड़ में वो खड़ा था करके, उसी समय में हमने देखा करके कहा. ആ വ്യക്തിയെ പിന്നെ അങ്ങോട്ട് ചെന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് വർത്തമാനം പറയേണ്ടതായിട്ട് വന്നു. താൻ മീറ്റിങ്ങിന് എന്താ വരാഞ്ഞെന്ന് ചോദിച്ചു. എന്നോട് രോഗിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ സമയത്ത് DB മോളില് ഇവിടെ അടുത്തുള്ള മോളില് പോയി കോട്ട് വാങ്ങിക്കായിരുന്നെന്ന് അറിയുവാനിടയായി. हालेलुया, हमसे कहा कि शरीर तकलीफ के कारण नहीं आया है, ഞങ്ങളോട് പറഞ്ഞത് ശരീരത്തിന് സുഖമില്ലെന്നാണ്. लेकिन पवित्र आत्मा कोई भी बातें छुपा कर नहीं रखता है. എന്നാൽ ദൈവം ഒന്നും മറച്ചു വെക്കത്തില്ല. I mean, आप कितना भी छुपाने की कोशिश करें, परमेश्वर ना पास्टर्स के साथ एक फेवर हर एक समय रखता है. നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ദൈവദാസന്മാരോട് ദൈവത്തിന് ഒരു ഫേവർ ഉണ്ട്. I mean, परमेश्वर कहीं ना कहीं से तो उनके कानों में खबर पहुंचाते അത് हैं. എവിടെ നിന്നെങ്കിലും ദൈവദാസന്മാരുടെ ചെവിയിൽ എത്തിയിരിക്കും. हालेलुया, प्रेज द लॉर्ड. I mean, आप इसको गलत
तरीके से नहीं सोचना। നിങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. हालेलुया, प्रेज़ द लॉर्ड। हमारे जिंदगी में हमने बहुत बार अनुभव किया है, जो भी छुप छुपा कर करते हैं ना, वो हमारे आंखों के सामने आके पहुंच जाते हैं। ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒളിച്ചും പാത്തും ചെയ്യുന്നതെല്ലാം നമ്മുടെ കണ്ണിന് മുൻപിൽ വന്നു നിൽക്കും. क्योंकि हम उनका चरवाहा है, हम उनके लिए दिन रात प्रार्थना करते हैं। परमेश्वर हमारे नजरों से छुपा के कुछ भी नहीं करेगा। ആ വ്യക്തികൾക്ക് വേണ്ടി ആമേൻ രാവും പകലും പ്രാർത്ഥിക്കുകയും അവരുടെ ഇടയനായിരുന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആമേൻ ഒന്നും നമ്മൾക്ക് മറച്ചു വെക്കത്തില്ല. हालेलुया, प्रेज़ द लॉर्ड। आमीन आमीन आमीन। ये घटना बोलने का जरूरत नहीं था, लेकिन पता नहीं कैसा ये बीच में आ गया। हालेलुया, प्रेज़ द लॉर्ड। शायद परमेश्वर आपसे बहुत प्यार करता है। यदि ऐसा कहीं आप भटक गए हैं तो दोबारा परमेश्वर की ओर लौट कर आना बहुत जरूरी है। ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ആമേൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവർത്തിക്കരുത്. आमीन, प्रेज़ द लॉर्ड। परमेश्वर में रिस्टोर करने वाला परमेश्वर है। ദൈവം നമ്മളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. आमीन, हमने कहां पर खो दिया था, एक बार परमेश्वर को दिखा तो दो। परमेश्वर से लौटा कर देने के लिए वो विश्वास योग्य परमेश्वर है। നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അതിനെ നമുക്ക് മടക്കി തരും. हम वो रिग्रेटफुल लाइफ में जीने का कोई जरूरत नहीं है। നമ്മൾ അങ്ങനെ ആ വിഷമവും കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. हालेलुया, वो नष्ट होने का वो विचार में, वो एक गिल्टी कॉन्शियस में हमारे जिंदगी को जीने का जरूरत नहीं है। നമ്മൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു തെറ്റായ ചിന്തയും പേറിക്കൊണ്ട് കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. हालेलुया, परमेश्वर के पास आज भी लौट कर आने का एक मौका पवित्र आत्मा जब हमें दे रहा है। इफ वी आर रेडी टू कम बैक, आमीन, वो हमें गले लगाने के लिए भी तैयार है। ആ ദൈവത്തോട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് എവിടെയാണ് തെറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവം നമ്മളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. दाऊद का खासियत वही था कि जब भी गलती में गिर जाता है, उससे पता है कि मैंने गलती किया है, दौड़ कर आता है, पापा गलती कर दिया है, माफ करो जब बोलता है, परमेश्वर से गले लगा लेता है। ദാവീദിന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് തെറ്റുയാൽ ആമേൻ ദൈവമേ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് സമ്മതിച്ച് ദൈവസന്നിധി മടങ്ങി വരുമായി. ऐसा नहीं कि ऐसा कैसा हो सकता है, नहीं नहीं, आपसे कौन बोला बोलकर बहस नहीं करता है, बल्कि पिता के पास आकर गिर पड़ता है कि खुदा मुझसे हो गया है, मेरे गुनाहों को तू माफ कर। आमीन, तू ही मेरे गुनाहों को माफ कर सकता है बोलकर आमीन वो माफी मांगता है। ആരെങ്കിലും തന്നെ തെറ്റുകൾ ഓർമ്മിപ്പിച്ചാൽ അവരോട് നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുകയായിരുന്നില്ല. അവൻ ആ വിഷയത്തെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കുന്നവനായിരുന്നു. हमने पहले देखा था जो जंगल में घूम गया था, उसे ढूंढने के द्वारा उन्होंने प्राप्त किया। മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ മടക്കി പിടിക്കുന്നത് നമ്മൾ കണ്ടു. जो घर में नष्ट हो गया था, उसे घर से ढूंढ निकाला करके हमने वहां पर पढ़ा। ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ന് നമ്മൾ വായിച്ചു. जो शहर में घूम गया था, उसे उन्होंने प्राप्त किया करके हम यहाँ पर देखे हैं। പട്ടണത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി പിടിക്കുന്നതായി നമ്മൾ കണ്ടു. और यहाँ पर जब पेड़ काट रहा था, तब पानी में गिर गया, और वो पानी से वापस मिलने के लिए क्या उपाय था? एक छोटा सा लकड़ी डाला तो लोहा ऊपर आ रहा है। ഇവിടെ വെള്ളത്തിനകത്ത് തനിക്ക് കോടാലി നഷ്ടപ്പെട്ടു, അതിനെ മടക്കി പ്രാപിക്കുവാനായി ഒരു കോൽ വെട്ടിയിട്ടപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. आमीन, आपको शक है तो बाद में पढ़ लेना। दूसरा राजा की पुस्तक, उसके 6 अध्याय, उसके 5 से लेकर 7 तक के आयतों में वो घटना वहां पर बताया गया है। നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം, അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. एक छोटा सा लकड़ी डालने में लोहा कहां से पानी में ऊपर आता है? ഒരു കോല് വെട്ടിയിട്ടാൽ ഇരുമ്പ് പൊങ്ങി വരുമോ? लेकिन परमेश्वर के सामने कोई भी बातें असंभव नहीं है करके परमेश्वर हमारे लिए प्रूव करके दे रहा है। ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ദൈവം തെളിയിക്കുക. बस आप परमेश्वर के सम्मुख समर्पण करना ही जरूरी है। ही कैन चेंज, ही कैन रेस्टोर। परमेश्वर और एक बार हमें उसका एक अश्योरेंस परमेश्वर दे रहा है। ദൈവസന്നിധി നമ്മളൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവം മടക്കി തരും, പുനഃസ്ഥാപിക്കുമെന്ന ഒരു ഉറപ്പ് നമ്മൾക്ക് ലഭിക്കുകയാണ്. हालेलुया, ही इज अ गॉड ऑफ रेस्टोरेशन। हमारा परमेश्वर हमें पुनःस्थापित करने वाला एक परमेश्वर है। इसके लिए जब हम आमीन परमेश्वर की उपस्थिति में, परमेश्वर के उद्देश्य में जब हम लौट कर आते हैं, स्वर्ग में भी आनंद मनाया जाता है। ദൈവം
നമ്മെ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മടങ്ങി വരാമെങ്കിൽ നമ്മെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. कुछ और बातें और भी बताने के लिए, लेकिन समय के कमी के कारण मैं यहाँ पर समाप्त करना चाहता हूँ. ഇനിയും അനേകം കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയാനുണ്ട്, എന്നാലും സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്തുകയാണ്. 4 घटना हमने देखा जहां पर जो नष्ट था वो संसार भी देख पा रहा है. നമ്മൾ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടത് ലോകവും കാണുന്നുണ്ട്. लेकिन एक घटना और है जहां पर प्रेज लॉर्ड अपने आप में जो नष्ट हो गया था वो परमेश्वर के सम्मुख आकर दाऊद कन्फेस कर रहा है. ഇവിടെ പറഞ്ഞ എല്ലാ നഷ്ടങ്ങളും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ സ്വന്തമായി നഷ്ടം വരുത്തിയ അനുഭവത്തെ ദാവീദ് വന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത് നമ്മൾ കാണുന്നു. भजन संहिता उसके 51 का 12वें आयत में हम देखते हैं, restore unto me the joy of salvation. हालेलुया. उस आनंद का जो salvation मैंने खो दिया है, खुदा तुम मुझे restore करके दे, मुझे पुनर्स्थापित करके दे बोलकर दाऊद परमेश्वर से प्रार्थना कर रहा है. സങ്കീർത്തനങ്ങൾ 51 ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ആ ആത്മാവിനെ എന്നിൽ ഒന്ന് പുനഃസ്ഥാപിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെയും രക്ഷയുടെ സന്തോഷവും എനിക്ക് മടക്കി തരണമേ എന്ന് दावीद प्रार्थിക്കുക. दाऊद वेल्थ धन दौलत नष्ट नहीं किया है. दावीदिന് പണമോ സമ്പത്തോ നഷ്ടപ്പെട്ടില്ല. उसे उस राज सिंहासन नष्ट नहीं हुआ है. അവന്റെ രാജസിംഹാസനം നഷ്ടപ്പെട്ടില്ല. लेकिन परमेश्वर के साथ जो संबंध था वो परमेश्वर से नष्ट हो गया. हालेलुया. बाहर से कोई देख नहीं पा रहा है, उसने भीतर अंदर ही अंदर नष्ट किया हुआ है. लेकिन प्रेज़ लॉर्ड वो आकर कहता है कि परमेश्वर और कोई नहीं देख पा रहा है, लेकिन तू तो देख पा रहा है, इसके लिए मैं आकर तेरे सम्मुख कबूल कर रहा हूं. അവന്റെ രക്ഷയുടെ അനുഭവം അവന് നഷ്ടമായി പോയി. ആമേൻ. അവിടെ മറ്റുള്ളവർ പുറമേ നോക്കിയാൽ ദാവീദിന്റെ നഷ്ടങ്ങളൊന്നും കാണുവാനോ അറിയുവാനോ ഇല്ല. പക്ഷേ ദാവീദ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് ഉള്ളിൽ വന്ന നഷ്ടത്തെ നീ കാണുന്നല്ലോ, അതിനെ ഒന്ന് ആമേ പുനഃസ്ഥാപിക്കണം. उद्धार तो मिला है, लेकिन प्रेज़ लॉर्ड उद्धार में आनंद नष्ट हो गया है. The joy of salvation. हालेलुया. प्रेज़ लॉर्ड. दाऊद को समझ में आ गया कि ये उद्धार में वो आनंद नहीं है जो पहले मैं महसूस करता था. इसके लिए परमेश्वर से कहता है कि खुदा मुझे वो आनंद भी लौटा कर दे. प्रेज़ लॉर्ड. वो परमेश्वर के सम्मुख आकर गिड़गिड़ा रहा है. അവന്റെ രക്ഷയുടെ സന്തോഷം അവൻ ഉണ്ടായിരുന്നത് നഷ്ടമാക്കി കളഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് അവൻ കരഞ്ഞു നിലവിളിക്കുക, അതൊന്ന് മടക്കി തരണം. क्या हमें कभी ऐसा लगा है कि हमने इतना प्रार्थना किया फिर भी हमारे चेहरा उदास है? നമ്മൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ എന്നാലും മുഖം വാടിയേയിരിക്കും. इतना उपवास में बैठा है, इतना कुछ किया है, लेकिन फिर भी वो आनंद नहीं मिल रहा है. कहीं ना कहीं तो आनंद नष्ट होने के लिए हमने कुछ तो किया है. आज हमारा प्रार्थना ये होने पाए कि खुदा रेस्टोर द जॉय, वो आनंद को लौटा कर मिलने के लिए खुदावन तू मुझे पुनഃस्थापित कर, वो हमारा प्रार्थना होने पाए. ഒത്തിരി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിട്ടും ഒന്നും ആ സന്തോഷം നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് മടക്കി തരണം. अभी भी वो शून्यता हम अनुभव कर रहे हैं तो आज परमेश्वर से प्रार्थना करें कि खुदा वो आनंद की अनुभव को मुझे लौटा कर दे. ആ ശൂന്യതയുടെ അനുഭവം ഇന്നും ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ, ദൈവമേ അതിനെ എനിക്കൊന്ന് മടക്കി തരണം. बाकी के जो 4 घटनाएं हमने देखा था वो संसार भी देख पा रहा है हमारे जिंदगी में आने वाला नष्ट, लेकिन यहाँ पर दाऊद ने अनुभव किया हुआ नष्ट संसार नहीं देख पा रहा है, लेकिन परमेश्वर देख पा रहा है. वो एक बात दाऊद समझ रहा है. നമ്മൾ ആദ്യമേ കണ്ട 4 വിഷയങ്ങളിലും ഉണ്ടായ നഷ്ടം ലോകത്തിന് കാണുവാൻ കഴിയുന്നുണ്ട്, മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ദാവീദ് നഷ്ടപ്പെടുത്തിയ ഈ അനുഭവം, ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് മറ്റാർക്കും കാണാൻ കഴിയുന്നില്ല, പക്ഷെ ദാവീദിന് സ്വയമായി അറിയാം. The loss that is recognized by others, दूसरे लोग पहचान पा रहे हैं, देख पा रहे हैं, समझ पा रहा है. पति नष्ट हो गया, बेटा नष्ट हो गया, भेड़ नष्ट हो गया, जो भी नष्ट हो रहा है संसार देख पा रहा है. लेकिन यहां पर दाऊद ने नष्ट किया हुआ आनंद शायद संसार नहीं देख पा रहा है, लेकिन उसे पता चल गया वो आनंद के
बिगर वाला मेरा मसीह जिंदगी व्यर्थ है, अनंतता में प्राप्त नहीं कर पाऊंगा। इसके लिए घुटनों में बैठना, आंसू बहाना, उसके करीब आने के लिए अपने आप को समर्पण करना बहुत जरूरी है। हालेलुया, प्रेज़ द लॉर्ड, हालेलुया। वो समझ गया, इसके लिए परमेश्वर के सम्मुख आकर गिड़गिड़ाकर कहता है, खुदा मैंने जो आनंद नष्ट किया था, मैं और एक बार वो अनुभव कर पाऊं। आमीन, प्रेज़ द लॉर्ड। आज मैं गीत गा रहा हूं, आराधना कर रहा हूं, लेकिन मेरे हड्डियों में भी मैं दर्द महसूस कर रहा हूं, उसका आनंद अनुभव नहीं कर पा रहा हूं। Restore unto me the joy of thy salvation. हालेलुया। आज सुबह हमारा प्रार्थना यही होने पाए, और जो नष्ट हुआ है खुदा के सम्मुख हम कबूल करे तो वो हमें लौटा कर देने वाला परमेश्वर है। हालेलुया, प्रेज़ द लॉर्ड। वो गिल्टी कॉन्शियस में जिंदगी बिताने का जरूरत नहीं है। हालेलुया, प्रेज़ द लॉर्ड। जो आग्रह में है परमेश्वर से रेस्टोर करता है। इस वचनों के द्वारा परमेश्वर हम सबको आशीष और अनुग्रह से भर नहीं पाए, ऐसे अवसर और अनुमति दे परमेश्वर के आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थना में उठाए रखिएगा। गॉड ब्लेस यू ऑल, आमेन।